നമസ്കാരം. ലേണൈറ്റ്യൂബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പോളിമോർഫിസം. എന്താണ് പോളിമോർഫിസം? ഇതൊരാളാണ് അല്ലേ, ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. ഇയാൾ ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? കുറച്ച് ബുക്കുകൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് അല്ലേ, ഹോൾഡിങ് ബുക്സ്. ഓക്കെ, ഇനി ഇയാൾക്ക് ബുക്ക് ഹോൾഡ് ചെയ്യാൻ മാത്രമല്ല കഴിയുന്നത്, വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? പ്ലേയിങ് ഗിറ്റാർ. ഇയാൾ ബുക്ക് ഹോൾഡ് ചെയ്യുന്നു, വേറൊരു സമയത്ത് ഇയാൾ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു അല്ലേ. ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ബുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കും, ഗിറ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഗിറ്റാർ പ്ലേ ചെയ്യും. ഓക്കെ, സോ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? രണ്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പക്ഷെ ആളാരാണ്? സെയിം ആളാണ്. ഇയാൾക്ക് നമ്മളൊരു പേര് കൊടുത്തു, ആഡ് എന്ന് പേര് കൊടുത്ത് നമ്മൾ എന്തിലാണ്? ലാംഗ്വേജ് C#. C# നമ്മൾ ഇയാൾക്ക് ആഡ് എന്ന ഫംഗ്ഷൻ നെയിം കൊടുത്തു. C# ഒരു ഫംഗ്ഷനാണ് ആഡ് എന്ന് പേര് കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈൻ 2 strings if parameters of add method are strings. ആഡ് മെത്തേഡിന്റെ പാരാമീറ്ററുകൾ സ്ട്രിങ് ആണെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് രണ്ടിനെയും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. എന്നാൽ സം 2 numbers if parameters of add method are number. ആഡ് മെത്തേഡിന്റെ പാരാമീറ്ററുകൾ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യും. പക്ഷേ മെത്തേഡിന്റെ പേരെന്താണ്? ആഡ് അല്ലേ. ഈ വ്യക്തിയാണ് ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ തന്നെയാണ് നേരത്തെ ബുക്ക് ഹോൾഡ് ചെയ്തതും ഗിറ്റാർ കൊടുത്തപ്പോൾ ഗിറ്റാർ പ്ലേ ചെയ്തതും ഇയാളാണ്. സോ ഇയാളെ നമ്മൾ ആഡ് എന്ന് പേര് വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഹലോ വേൾഡ് എന്ന് 2 വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ ഇത് കമ്പൈൻ ചെയ്യുന്നു. ഇതേ ആൾക്ക് തന്നെ 11, 22 2 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ഔട്ട്പുട്ട് വരും? ഹലോ വേൾഡ് എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്രിന്റ് ചെയ്ത് വരും. ഈ 2 നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 33 ആൻസർ വരും. ഓക്കെ, ഇതാണ് എന്ത്? ദിസ് ഈസ് കോൾഡ് പോളിമോർഫിസം. Polymorphism in computer science is the ability of programming language to present the same function. Same function ആണ് പ്രസന്റ് ചെയ്യുന്നത് for several different underlying data type. വ്യത്യസ്തമായ ഡാറ്റ ടൈപ്പുകൾ, വ്യത്യസ്തമായ പാരാമീറ്ററുകൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഫംഗ്ഷന്റെ പേര് ഒരുപോലെ ആയിരിക്കാം, ചിലപ്പോൾ പാരാമീറ്റേഴ്സ് ഒരുപോലെ ആയിരിക്കാം, ചിലപ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കാം. പക്ഷേ ഫംഗ്ഷൻ അകത്ത് നടക്കുന്നതോ അതിൻ്റെ റിസൾട്ടോ വളരെ വ്യത്യസ്തമായിരിക്കും. പല സാഹചര്യങ്ങൾക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. സോ ഞാനൊരു എക്സാമ്പിൾ C# ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പബ്ലിക് വോയിഡ് ആഡ് ഇൻഡ് A ഇൻഡ് B. ആഡ് എന്ന മെത്തേഡ് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻറ്റിജറായ എയും ബിയുമാണ്. അപ്പോൾ നമ്മൾ ഇൻഡ് സം ഈക്വൽ ടു A + B, എയും ബിയും ആഡ് ചെയ്യാൻ കൊടുത്തു. എന്നാൽ അടുത്ത മെത്തേഡിൽ പബ്ലിക് വോയിഡ് ആഡ് സ്ട്രിങ് A സ്ട്രിങ് B. അപ്പം നമ്മൾ A + B ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഈ 2 സ്ട്രിങ് കൂടെ ഹലോ വേൾഡ് കമ്പൈൻ ചെയ്ത പോലെ കമ്പൈൻ ആവും. ഇവിടെ ഓപ്പറേറ്ററിന് 2 ഫീച്ചറാണല്ലേ. ഇൻറ്റിജറിൻ്റെ കൂടെ പ്ലസ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മ് കിട്ടുന്നു. സ്ട്രിങ്ങിൻ്റെ കൂടെ പ്ലസ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്പൈൻ ചെയ്ത് വരുന്നു. ഇതിനെ നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഓപ്പറേറ്റർ 2 രീതിയിൽ ബിഹേവ് ചെയ്യുന്ന പാരാമീറ്ററിനെ ബേസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ ഫംഗ്ഷൻ ഓവർലോഡിംഗ് അല്ലെങ്കിൽ മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നു. ആഡിനകത്തേക്ക് വിടുന്ന പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഡാറ്റ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഫംഗ്ഷന് മാറി വിളിക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മളിതിനെ വേറെ സ്ഥലത്ത് വിളിക്കുമ്പോൾ ആഡ് എന്ന മെത്തേഡിൽ നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത്, എന്ത് ടൈപ്പാണോ പാസ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അത് ഏത് ഫംഗ്ഷൻ വിളിക്കണം എന്ന് വിചാരിക്കുന്നത്, അത് തീരുമാനം എടുക്കുന്നത്. ഓക്കെ, പോളിമോർഫിസം പല ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട് മെയിനായിട്ട്. ഒന്ന് സ്റ്റാറ്റിക് ഓർ കമ്പൈൽ ടൈം പോളിമോർഫിസം. കമ്പൈലേഷൻ എന്താണ് നമ്മൾ പഠിച്ചു അല്ലേ. ഈ നമ്മളെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം ആണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. കമ്പൈൽ ടൈം പോളിമോർഫിസം ആണ് മെത്തേഡ് ഓവർലോഡിങ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങളാണ്. മെത്തേഡിനെ
അല്ലെങ്കിൽ ഓപ്പറേറ്ററിന് നമുക്കത് രണ്ട് ഫോമിലായിട്ട് പാരാമീറ്റർ കൊടുക്കുന്നതിന് അടിസ്ഥാനത്തിൽ ഫംഗ്ഷൻ മാറി മാറി വിളിക്കും. പക്ഷേ പേരും എല്ലാം സെയിം ആണല്ലേ. അതാണ് സ്റ്റാറ്റിക് ഓർ കമ്പൈൽ ടൈം പോളിമോർഫിസം. ഡൈനാമിക് ഓർ റൺ ടൈം പോളിമോർഫിസം നമുക്ക് വെർച്വൽ ഓർ ഓവർ റൈഡിങ് മെത്തേഡ്, അത് ഞാൻ അടുത്ത സ്ലൈഡിലായിട്ട് പറയാം. സ്റ്റാറ്റിക് ഓർ കമ്പൈൽ ടൈം പോളിമോർഫിസം അതായത് ഓവർലോഡിങ്ങിന്റെ മറ്റൊരു എക്സാമ്പിളാണ് ഇത്. ഇവിടെ നമുക്ക് ടെസ്റ്റ് ഡാറ്റ എന്ന ക്ലാസ്സിനകത്ത് നമുക്ക് ആഡ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് 3 പാരാമീറ്റർ ആണ് പാസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അടുത്ത ആഡ് എന്ന മെത്തേഡിനകത്ത് എ ബി 2 പാരാമീറ്റർ ഉള്ളൂ അല്ലേ. അപ്പോൾ റിട്ടേൺ എ പ്ലസ് ബി പ്ലസ് സി എന്ന ഈ മെത്തേഡ് റിട്ടേൺ ചെയ്യുമ്പോൾ ഇത് എയും ബിയും മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. പക്ഷേ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വിളിക്കേണ്ട കാര്യമില്ല. നമ്മൾ 3 വാല്യൂസ് പാസ് ചെയ്യുന്നതിലൂടെ ഇത് ഈ മെത്തേഡിനായിരിക്കും വിളിക്കുന്നത്. എന്നാൽ നമ്മൾ 2 വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഈ മെത്തേഡിനെ വിളിക്കും. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലെ മെത്തേഡാണ് ഈ വിളിച്ചേക്കുന്നത്, ക്ലാസ് നെയിം ഡോട്ട് ആഡ്. ഓക്കെ, ഈ ക്ലാസ്സിലെ മെത്തേഡാണല്ലോ ഈ ആഡ്. അത് നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് അത് ഡിസൈഡ് ചെയ്തിട്ടാണ് മറ്റ് ഏത് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഇതാണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് ഓവർലോഡിങ്. ഇത് സ്റ്റാറ്റിക് ഓർ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന്റെ പാർട്ടാണ്, അതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി വെർച്വൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ റൈഡിങ്ങിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് വേറൊരു ടേം പഠിക്കേണ്ട അത്യാവശ്യമുണ്ട്. അതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ്? An abstract class is a special type of class that cannot be instantiated. അബ്സ്ട്രാക്ട് ക്ലാസ് എന്താണ്? നമുക്കതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? An abstract class is designed to be inherited by subclasses that either implement or override its methods. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സബ് ക്ലാസ്സുകൾക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഡ്രോയിങ് എന്ന് പറഞ്ഞത് ഒരു മെയിൻ അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. പക്ഷെ നമ്മൾ പല കാര്യങ്ങൾ ഡ്രോ ചെയ്യും. സർക്കിൾ ഡ്രോ ചെയ്യും, റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യും, ട്രയാങ്കിൾ ഡ്രോ ചെയ്യും. സോ സർക്കിൾ എന്ന ക്ലാസ്സിനോ ട്രയാങ്കിൾ എന്ന ക്ലാസ്സിനോ റെക്റ്റാങ്കിൾ എന്ന മറ്റൊരു ക്ലാസ്സിനോ ഈ ക്ലാസ്സിനെ ബേസ് ആക്കി വെച്ചുകൊണ്ട് ഇൻഹെറിറ്റ് ചെയ്യാം ഇതിലെ കാര്യങ്ങളെ. സോ നമുക്ക് ഏരിയ എന്ന മെത്തേഡ് ഉണ്ട്. അത് സർക്കിളിനാണെങ്കിലും റെക്റ്റാങ്കിളിനാണെങ്കിലും ട്രയാങ്കിളിനാണെങ്കിലും നമുക്ക് ഏരിയ എന്ന മെത്തേഡ് ഉണ്ടല്ലേ. ആ ഏരിയ എന്ന മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി ഈ ക്ലാസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ഡെഫിനീഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ. നമ്മൾ വെർച്വൽ മെത്തേഡ് എഴുതി, വെർച്വൽ ആണ് അല്ലേ. ഇത് ശരിക്കും ഇത് റിയൽ ആയ മെത്തേഡ് ആവുന്നത് എങ്ങനെയാണ്? അത് അതിൻ്റെ സബ് ക്ലാസ്സുകളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം ഇത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അതായത് പ്രോഗ്രാമിൽ നമുക്ക് ഒരേ പേരുകൾ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സർക്കിൾ ഏരിയ കാൽക്കുലേഷൻ, ട്രയാങ്കിൾ ഏരിയ കാൽക്കുലേഷൻ, റെക്റ്റാങ്കിൾ ഏരിയ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ലോജിക്കുകളിലേക്ക്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് പേരുകളിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോയിങ് എന്ന ഒരു ബേസ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് നമുക്ക് ഏരിയ എന്നുള്ള മെത്തേഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് വെക്കാം. അതിനെ സർക്കിളിനകത്ത് ഏരിയ കാണുന്ന ഫോർമുല ആയിരിക്കില്ല റെക്റ്റാങ്കിളിനകത്ത് ഏരിയ കാണുന്നത്, റെക്റ്റാങ്കിളിനകത്ത് ഏരിയ കാണുന്ന ഫോർമുല ആയിരിക്കില്ല ട്രയാങ്കിളിനകത്ത് ഏരിയ കാണുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതിനാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചു അല്ലേ. ഇൻഹെറിറ്റ് ചെയ്യുന്ന പാർട്ട് ഇനി നമുക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഓവർ റൈഡിങ്, അതായത് ഡൈനാമിക് ഓർ റൺ ടൈം പോളിമോർഫിസം. പ്രത്യേകം എന്താ വെച്ചാൽ ഇത് റൺ ടൈമിലാണ് നമുക്ക് ഇത് ഏത് ഒബ്ജക്റ്റിനാണ് വിളിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നേരത്തെ നമുക്ക് എന്താണ് പാരാമീറ്റർ നോക്കിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഡിസിഷൻ നടക്കുന്നുണ്ട് അവിടെ അല്ലെ. ആ പാരാമീറ്ററുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ സർക്കിൾ ഡോട്ട് ഏരിയ ഇത് റൺ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി. സോ ഇവിടെ നമ്മൾ ഇത് പ്രോഗ്രാമാണ്, നമ്മളുടെ മെയിൻ എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടാണ്. ഇത് വിടാം. നമ്മൾ നേരത്തെ കാണിച്ച ഡ്രോയിങ് എന്ന പറഞ്ഞ ക്ലാസ് ഇവിടെ സർക്കിൾ എന്ന ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ 2 കോളം വെച്ചിട്ട് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പബ്ലിക് ഓവർ റൈഡ് ഡബിൾ ഏരിയ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്തു. നമ്മളവിടെ പബ്ലിക് വെർച്വൽ ഡബിൾ ഏരിയ നമ്മളവിടെ ഡിക്ലെയർ ചെയ്തായിരുന്നു. അതിന്റെ ഡെഫിനേഷൻ ഇപ്പൊ സർക്കിളിനകത്തേക്ക് ഈ ഡ്രോയിങ്ങിനെ ഇൻഹെറിറ്റ് ചെയ്തതിന് ശേഷം
നമുക്ക് ആ മെത്തേഡ് ഇവിടെ കിട്ടിയത് നമ്മളതിൽ സർക്കിളിൽ എങ്ങനെയാണ് ഏരിയ കാണുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതേ സാധനം തന്നെ സ്ക്വയർ എന്ന ക്ലാസ്സിനകത്തേക്ക് ഇൻഹെർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതേ സെയിം മെത്തേഡിനെ ഡ്രോയിങ് എന്ന ക്ലാസ്സിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത സെയിം മെത്തേഡിനെ നമ്മൾ ഈ സ്ക്വയറിന്റെ ഏരിയ കാണുന്ന ഫങ്ഷനാലിറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേ സാധനം തന്നെ നമ്മൾ പബ്ലിക് ഓവറൈഡ് ഡബിൾ ഏരിയ എന്ന അതേ മെത്തേഡ് റെക്റ്റാങ്കിൾ എന്ന ക്ലാസ്സിനകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ടതിന് അതിന്റെ ഡെഫിനിഷൻ മാറി അല്ലേ, ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത്. ഇവിടെ വേറെയാണ് അല്ലേ, പൈ ഇൻറ്റു പൈ ആർ സ്ക്വയർ. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ഫോർമുലയാണ്. അപ്പം ഏരിയ എന്ന് മാത്രമാണ് ഇതിന്റെ പേര്. സോ സർക്കിളിന്റെ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഏരിയ വിളിച്ചു കഴിഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ആവുകയും സ്ക്വയറിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന കാണണ്ടല്ലോ അല്ലേ, ഡ്രോയിങ് സർക്കിൾ ഈക്വൽ ടു ന്യൂ സർക്കിൾ. അപ്പൊ ഡ്രോയിങ് എന്ന ബേസ് ക്ലാസിന്റെ ഒബ്ജക്റ്റ് പുതിയ ഇൻസ്റ്റൻസ് വരുന്നത് സർക്കിൾ ക്ലാസ് ആണ്, മനസ്സിലായോ? അപ്പോൾ സർക്കിൾ ഡോട്ട് ഏരിയ. ഇനി ഡ്രോയിങ് സ്ക്വയർ ഈക്വൽ ടു ന്യൂ സ്ക്വയർ. ഇവിടെ ഡ്രോയിങ് എന്ന് വിളിക്കാൻ കാരണം ഈ ഡ്രോയിങ് എന്ന ക്ലാസിന്റെ വെർച്വൽ മെത്തേഡിനെ ഈ സ്ക്വയർ എന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഡ്രോയിങ് എന്ന ക്ലാസ്സിനെ റിയൽ ആക്കുന്നത് നമ്മൾ സ്ക്വയർ എന്ന ക്ലാസിന്റെ ഇൻസ്റ്റൻസിലേക്ക് പാസ് ചെയ്യുന്നതിലൂടെയാണ്. സോ സ്ക്വയർ ഡോട്ട് ഏരിയ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ റൺ ടൈം പോളിമോർഫിസം, അതായത് ഈ മെത്തേഡിന്റെ ഈ ഫീച്ചർ നമ്മൾ ഫങ്ഷൻ ഓവർ റൈഡിങ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ടെസ്റ്റുകൾ നമ്മൾ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്തു നോക്കാം. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് പബ്ലിക് ക്ലാസ് ഡ്രോയിങ് എന്ന അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അബ്സ്ട്രാക്ട് ക്ലാസ്സിനകത്ത്, അതായത് ഇത് പാരന്റ് ക്ലാസ് ആണ് കേട്ടോ. അബ്സ്ട്രാക്ട് ക്ലാസ് ഇതെല്ലാം ചൈൽഡുകളാണ്, സർക്കിൾ സ്ക്വയർ എല്ലാം ചൈൽഡുകളാണ്. ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം അബ്സ്ട്രാക്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മളൊരു സിഗ്നേച്ചർ ഉണ്ടാക്കി, അതായത് വെർച്വൽ ഡബിൾ ഏരിയ എന്ന സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മൾ ഈ ഡ്രോയിങ് എന്ന ക്ലാസ്സിനെ സർക്കിളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ അതിന്റെ ഡെഫിനിഷൻ, ഈ മെത്തേഡിനെ നമ്മളിവിടെ വേറൊരു മീനിങ് ആണ് കണ്ടത്. ഇതിന്റെ ഒരു രൂപമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ, മൾട്ടിപ്പിൾ ഫോമിലേക്ക് കാണുന്നതാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇവിടെ അതിന്റെ ഒരു ഫോം കണ്ടു, പക്ഷെ പേര് ഒരെണ്ണം തന്നെ. നമ്മൾ ആ ക്യാരക്ടറിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ മനസ്സിലായി ഒരേ ആളാണ്, പക്ഷെ അയാൾ പല പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഈ ഒരേ ആളാണ് ഇവിടെ ഏരിയ എന്ന് പറയുന്നത്. അയാൾ ഇവിടെ ചെയ്യുന്നത് ഈ ഫോർമുലയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അയാൾ വേറൊരു ഫോർമുല ചെയ്തത്. പേര് സെയിം ആണ് അല്ലെ, ഒരേ ആളാണ്. അപ്പൊ മൾട്ടിപ്പിൾ ഫോമിലാണ് ഇത് കാണപ്പെട്ടത് 3 ക്ലാസ്സിലും. ഇത് റെക്റ്റാങ്കിൾ എന്ന ക്ലാസ് ഉണ്ട്, ഇവിടെയും ഇങ്ങനെ കണ്ടത്. അതിനുശേഷം നമ്മൾ നമ്മളുടെ മെയിൻ എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡായ മെയിൻ മെത്തേഡിനകത്ത്, ഈ മെത്തേഡാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യാൻ റൺ ചെയ്യുമ്പോൾ, ഇതിനകത്ത് നമ്മൾ സർക്കിളിന്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്രോയിങ്ങിന്റെ വെർച്വൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് സർക്കിളിന്റെ ഇൻസ്റ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. സർക്കിൾ ഡോട്ട് ഏരിയ എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ 3 അകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്ത ശേഷം നമ്മൾ കൺസോളിലേക്ക് റൈറ്റ് ചെയ്തേക്കാണ് റിസൾട്ടിനെ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് സർക്കിൾ ഡോട്ട് ഏരിയ എന്ന് പറയുമ്പോൾ ഒരു റിസൾട്ട്, ഇത് വേറെ റിസൾട്ട്, ഇത് വേറെ റിസൾട്ട്, 3 ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഏതിൻ്റെയാണ് ഏരിയ എടുത്തത്? സർക്കിൾ 78.5, അടുത്തത് 36 സ്ക്വയർ, അടുത്തത് റെക്റ്റാങ്കിൾ 18.2. ഇവിടെ നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൺസ്ട്രക്ടർ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ളത് എക്സിക്യൂട്ട് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈറ്റ് വിഡ്ത്ത് എന്നുള്ള വേരിയബിളിലേക്ക് വാല്യൂസ് സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കൺസ്ട്രക്ടർ ആണ് കേട്ടോ, കണ്ടോ, മെത്തേഡിന്റെ അതേ പേരുള്ള ഇതിന്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ആവും. അതേപോലെ ഇവിടെ ഒരു കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്, പിന്നെ മുകളിലും ഒരു കൺസ്ട്രക്ടർ കൊടുത്തിട്ടുണ്ട്. സോ 3 എക്സിക്യൂട്ട് ആയ വാല്യൂസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മെത്തേഡ് വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഫങ്ഷനാലിറ്റി
ഈ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ ഓൾറെഡി സെറ്റ് ചെയ്തു, അതുകൊണ്ട് അതെടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഫോർമുല ചെയ്യും. അങ്ങനെ 3 മെത്തേഡുകളും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മെത്തേഡ് ഒന്ന് കോൾ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം നമുക്കിവിടെ 2 മെത്തേഡുകളുണ്ട്. ഓവർലോഡിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. സ്റ്റാറ്റിക് ഇൻറ്റ് ആഡ് എന്ന മെത്തേഡ് ഉണ്ട്. ആഡ് എന്ന മെത്തേഡ് വേറൊരു പാരാമീറ്റർ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഞാനിവിടെ ഫസ്റ്റിലെ ഞാൻ ആഡ് എന്ന മെത്തേഡ് ഇപ്പോൾ വിളിക്കാൻ പോകുന്നത് ഹലോ വേൾഡ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ആഡ് എന്ന മെത്തേഡിനകത്ത് പാസ് ചെയ്തിരിക്കുന്ന സ്ട്രിങ് ആണ് 2 എണ്ണം അല്ലേ. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനതിന് console.writeLine കൊടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ആഡ് എന്ന മെത്തേഡിനകത്തേക്ക് ഞാൻ ഈ കൺസോളിലേക്ക് ഇതിൻ്റെ റിസൾട്ട് തന്നെ റൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഹലോ വേൾഡ് കണ്ടോ. ആഡ് എന്ന മെത്തേഡിലേക്ക് ഞാൻ സ്ട്രിങ് പാസ് ചെയ്തപ്പോൾ ഹലോ വേൾഡ് എന്ന് കിട്ടി. ഇനി ഇതേ മെത്തേഡിനകത്തേക്ക് ഞാൻ 2 നമ്പേഴ്സ് പാസ് ചെയ്യാൻ പോവാം. ആഡ് എന്ന മെത്തേഡിനകത്തേക്ക് രണ്ട് നമ്പേഴ്സ് പാസ് ചെയ്യാൻ പോവാം. സോറി, ഒരു നമ്പറാണ്, 3 നമ്പറാണ്. 3 നമ്പേഴ്സ് പാസ് ചെയ്യാൻ പോവാം. ഓക്കെ, 3 നമ്പേഴ്സ് പാസ് ചെയ്യാൻ പോവാം. ആഡ് എന്ന മെത്തേഡിനകത്തേക്ക് 3 നമ്പേഴ്സ് പാസ് ചെയ്തു. 5 + 6 + 1. ഓക്കെ, ഇപ്പം ആഡ് എന്ന മെത്തേഡ് 3 നമ്പേഴ്സാണ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. 12 കണ്ടു, റിസൾട്ട് കിട്ടി. ഞാനിപ്പം ഈ ആഡ് എന്ന മറ്റേ മെത്തേഡിൻ്റെ പേരും ആഡാണ്, ഇതിൻ്റെ പേരും ആഡാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ ഇതിനൊരു പാരാമീറ്റർ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സെയിം. എന്നിട്ട് ഞാൻ ഈ മെത്തേഡ് 2 ഫോം ആവണത് എങ്ങനെയെന്ന് സെപ്പറേറ്റ് കാണിച്ചു തരാം. ഇതിനകത്ത് ഞാൻ ഇതേ മെത്തേഡാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ഈ 2 സ്ഥലത്തും ആഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ് വിളിച്ചത്. ഒരു സ്ഥലത്ത് എന്താണ് ഹലോ വേൾഡ്, മറ്റിടത്ത് 5 + 6. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് 11 ആൻസർ വന്നു, അടുത്തത് ഹലോ വേൾഡ് എന്ന് വന്നു അല്ലേ. അപ്പൊ എന്താണ്, ആഡ് എന്ന മെത്തേഡ് 2 ഫോമായി മാറിയതാണ്. അതാണ് ഓവർലോഡിങ് അല്ലെങ്കിൽ ഈ കമ്പൈൽ ടൈം പോളിമോർഫിസം സംഭവിച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു ഇത്. എന്തെങ്കിലും ഡൗട്ട്, ഇന്നത്തെ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് ഇനിയും കാണാം. ഗുഡ് ബൈ.